ഇന്നത്തെ വീഡിയോയിൽ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞാനിവിടെ ഒരു 1/4 കപ്പ് വീതം ബ്ലാക്ക് റൈസിൻസും കാഷ്യൂസും ടൂട്ടി ഫ്രൂട്ടിയും ഒരു 1/2 കപ്പോളം ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ 1/4 കപ്പ് ഗോൾഡൻ റൈസിൻസും അതേപോലെ ചെറീസ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുക്കാം. ഇനി ഇതൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി 1 കപ്പ് മുന്തിരി ജ്യൂസ് എടുത്തിട്ടുണ്ട്. മുന്തിരി പുഴുങ്ങി പഞ്ചസാരയും ചേർത്ത് ജ്യൂസ് അടിച്ചെടുത്തതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇതിനായി 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സ്പൈസസ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് 5 ഏലക്കായും 5 ഗ്രാമ്പൂ, ഒരു കഷ്ണം പട്ട, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു തവണ അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു കാരമൽ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കാരമലാക്കി എടുക്കാം. ഇപ്പോൾ കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിക്കണം, കയ്യിലൊക്കെ തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട്. ഇനി ഇത് കുറുക്കി 1/2 കപ്പ് ആക്കിയെടുക്കണം. ഇതിപ്പോൾ 1/2 കപ്പ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇനി ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം കൈവച്ച് ഇതൊന്ന് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിഴിഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ പ്രഷർ കൊടുത്തിട്ടൊന്നും പിഴിയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് എല്ലാ വശത്തേക്കും ഒന്നാക്കി കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴ്ന്നു പോവില്ല. ഇനി ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതിനുശേഷം 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ മുട്ട വീതം പൊട്ടിച്ച് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മുട്ട മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ അടുത്ത മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കാം. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ ബട്ടർ ഒന്ന് പിരിഞ്ഞ പോലെ ഉണ്ടാവും, അപ്പോൾ അതിൽ പ്രശ്നമൊന്നുമില്ല. മുട്ട മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മുന്തിരി ജ്യൂസ് ഒഴിച്ചെടുക്കാം. ഇത് നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ സെയിം ജ്യൂസാണ്. ഇതും കൂടി ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഇട്ട് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 7 ഇഞ്ചിൻ്റെ ചായപ്പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം 2-3 തവണ ടാപ്പ് ചെയ്തെടുക്കണം. അതിന് മുകളിൽ കുറച്ച് കാഷ്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കി അതിന് മുകളിൽ ഈ ചെമ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഇത് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആ ജ്യൂസ് വെച്ചിട്ട് ഇതൊന്ന് എല്ലാ വശത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം. അടുത്ത ദിവസവും ഇതേപോലെ ഈ ജ്യൂസ് ഉപയോഗിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലം കേക്കിൻ്റെ സെയിം ടേസ്റ്റാണ് ഇതിനുള്ളത്. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് 900 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ ഇത് 1 കിലോ ആകണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെ അളവ് അല്പം കൂടി കൂട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.